മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. 364 പുരുഷ വോട്ടർമാരും 440 സ്ത്രീ വോട്ടർമാരുമടക്കം 804 വോട്ടർമാരുള്ള 32ാം വാർഡായ SN നഗർ വാർഡ് പട്ടികജാതി വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് ഫാദർ ഡിസ്മസ് റോട്ടിൽ പള്ളിക്കാട്ട് മൂല മുതൽ കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോട്ടിൽ കാട്ടുങ്ങിച്ചിറ ജംഗ്ഷൻ വരെയും, കിഴക്ക് കാട്ടുങ്ങിച്ചിറ ജംഗ്ഷൻ മുതൽ കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോട്ടിൽ ക്രൈസ്റ്റ് കോളേജ് റോഡ് ജംഗ്ഷൻ വരെയും, തെക്ക് ക്രൈസ്റ്റ് കോളേജ് റോഡ് ജംഗ്ഷനിൽ നിന്നും ക്രൈസ്റ്റ് കോളേജ് റോഡ് തെക്കോട്ട് ബൈലൈൻ വഴി തെക്കേത്തല റോഡ് ഞവരിക്കുളം റോഡിൽ അവസാനിക്കുന്നതുവരെയും, പടിഞ്ഞാറ് ഞവരിക്കുളം റോഡിൽ തെക്കേത്തല റോഡ് മുതൽ ഫാദർ ഡെസ്മസ് റോഡ് നോർത്ത് ബൗണ്ടറി പള്ളിക്കാട് മൂല വരെയുമാണ് അതിർത്തി. LDF സ്ഥാനാർത്ഥിയായി രാജി ടീച്ചർ, UDF സ്ഥാനാർത്ഥിയായി സുരഭി വിനോദ്, NDA സ്ഥാനാർത്ഥിയായി ഷീജ ഷാബു എന്നിവരാണ് ജനവിധി തേടുന്നത്. ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ നമ്മളുടെ വാർഡിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ വാർഡിൻ്റെ വികസനമാണ് നമ്മളുടെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി തന്നെ പ്രവർത്തിക്കും. ജനങ്ങളുടെ ഒപ്പം നിന്ന് തന്നെ പ്രവർത്തിക്കാമെന്ന് തന്നെയാണ് ലക്ഷ്യം. കഴിഞ്ഞ 5 വർഷം നമ്മുടെ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ഭരണം എന്തായാലും ഭയങ്കര മോശം തന്നെയായിരുന്നു. നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ കാണാം, നമ്മുടെ മുനിസിപ്പൽ റോഡുകളൊക്കെ ഭയങ്കര മോശം തന്നെ, കുണ്ടും കുഴിയായിട്ട് തകർന്ന് കിടക്കുന്ന റോഡുകൾ തന്നെയായിരുന്നു. ബൈപ്പാസ് റോഡ്, അതുപോലെ ഫാദർ ബിസിനസ് റോഡ്, ക്രൈസ്റ്റ് വിദ്യാനികേതൻ, ക്രൈസ്റ്റ് കോളേജ്, ഫയർ സ്റ്റേഷൻ അങ്ങോട്ടൊക്കെ പോണ മെയിൻ റോഡാണ്. അതൊക്കെ ആകെ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന വയോജനങ്ങളുടെ ക്ഷേമം നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷി കുറച്ച് കുട്ടികൾ നമ്മളുടെ വാർഡിൽ കണ്ടു നമ്മൾ. അപ്പോൾ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ ഏതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അത് എത്തിച്ചു കൊടുക്കുക. പിന്നെ ശുചിത്വം ഒരു പോയിന്റായിട്ട് എടുക്കുന്നുണ്ട്. കാരണം വേസ്റ്റ് പിന്നുകളൊന്നും നമ്മുടെ വാർഡിൽ ഇങ്ങോട്ടും കിട്ടില്ല. അപ്പോൾ അതെന്തായാലും ഏതെങ്കിലും പോയിന്റുകൾ നോക്കിയിട്ട് അത് വയ്ക്കണം. റോഡുകൾ ഒന്ന് എനിക്ക് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ അത് ശരിയാക്കണം. ഇതൊക്കെയാണ് പ്ലാൻ. ഞാനിപ്പോൾ ഇത്രയും ദിവസം ഈ വാർഡിലൂടെ നടന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ, ഒരു വികസിത പുരോഗതിക്കായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ആദ്യമായിട്ട് ഞാൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കാം. അതിൽ തന്നെ റോഡാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ഇന്ന് ഏറ്റവും അധികം ആളുകൾ ദുരിതം അനുഭവിക്കുന്നത് റോഡിൻ്റെ അവസ്ഥ കാരണമാണ്. ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റോഡുകളെന്ന് പറയുന്നത് ക്രൈസ്റ്റ് കോളേജ് റോഡും വിദ്യാനികേതൻ റോഡുമാണ് ക്രൈസ്റ്റിൻ്റെ. അതിൽ അനേകം കുട്ടികൾ ഈ വഴിയിലൂടെ നമ്മുടെ കോളേജിലേക്ക് വിദ്യ തേടിയെത്തുന്നുണ്ട്. പക്ഷെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു റോഡ് ഗതാഗത സൗകര്യം ഒരുക്കി കൊടുക്കാനായിട്ട് ഈ നഗരസഭയ്ക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഇവിടെ നല്ല രീതിയിലുള്ള ഡ്രൈനേജ് സിസ്റ്റം ഇല്ല. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം തിങ്ങി ആ റോഡ് പെട്ടെന്ന് കേടാവണം. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഡ്രൈനേജ് സിസ്റ്റം വേണം. റോഡിന് നല്ല പുരോഗതി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 15 വർഷമായിട്ട് സ്ത്രീകളാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു വീട്ടമ്മയാണ് ശരിക്കും ആ ഒരു വീടിനെ തുലനം ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അത് ആണുങ്ങൾ നിഷേധിച്ചാലും ഇല്ലെങ്കിലും ഒരു വീടിൻ്റെ മന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ തന്നെയാണ്. തൻ്റെ വരുമാനത്തിനനുസരിച്ച് അതിനെ തുലനം ചെയ്ത് കൊണ്ടുനടക്കാൻ ഒരു സ്ത്രീക്ക് അത്രയധികം കഴിവുണ്ട്. എന്നിട്ടും 15 വർഷം സ്ത്രീകൾ ഭരിച്ചിട്ട് ഈ ഇരിങ്ങാലക്കുടനെ ഇത്രയും മോശമാക്കിയതിന് ഏറ്റവും ഉദാഹരണം അവർ തന്നെയാണ്. ഇത് ഈ വാർഡിൻ്റെ വികസനമാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സ്ക്വാഡ് ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കൗൺസിലറായി ഞാനിവിടെ കയറിക്കഴിഞ്ഞാൽ അതിന് പ്രാധാന്യം നൽകുന്നതാണ് എനിക്ക് പറയുന്നത്. കഴിഞ്ഞ 5 വർഷക്കാല നഗരസഭ ശുചിത്വമായി ബന്ധപ്പെട്ടിട്ടായാലും മറ്റ് വയോജനങ്ങളുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും പിന്നെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ PMAY പദ്ധതി വഴി വീട് നൽകുക, അങ്ങനെയുള്ള പദ്ധതികളിലൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇതുവരെ നഗരസഭ ചെയ്തു വന്നിട്ടുള്ളത്. അപ്പോൾ തുടർന്നും അത്തരം പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെയും തീരുമാനം. ഇവിടുത്തെ ജനങ്ങളുടെ ഇത് എന്ന് പറഞ്ഞാൽ വെള്ളം, പിന്നെ റോഡ്, പിന്നെ ശുചിത്വം, അതൊക്കെയാണ് ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കും.